രണ്ടാമതായി വൽ ഗീബത്തു, പരദൂഷണം എന്നുള്ളതും നോമ്പിനെ പൊളിച്ചു കളയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലാ യഗ്തബ് ബഗ്ലുകും ബഗ്ലാ, നിങ്ങളിൽ നിന്ന് ചില ആളുകളെ പരദൂഷണം പറയരുത്. എന്താണ് പരദൂഷണമെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണറിയുക? പരദൂഷണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? എന്താണ് പരദൂഷണം? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയലാണ്. സഹാബാക്കൾ ചോദിച്ചു, അത് അവനിലുള്ളതാണെങ്കിലോ? ഉള്ളതാണെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ കളവ് കൂടിയാകും. തന്റെ സഹോദരനെ ഇഷ്ടപ്പെടാത്തത് പറയുന്നത് പരദൂഷണമാണ്. ആ പരദൂഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരാണ് ആത്മാവിന്റെ ഉന്നതി നേടിയവർ. ഈ ആത്മീയതയിലേക്ക് വഴി നടത്തുകയാണ് വിശുദ്ധ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയണം. പരദൂഷണത്തിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നു വിശുദ്ധ റമദാൻ. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്രമമായ വ്രതാനുഷ്ഠാനം. അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരദൂഷണം പറയുന്നതിന്റെ അപകടത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പരദൂഷണം പറയുന്നത് അവന്റെ തിന്മകൾ വർദ്ധിക്കാൻ കാരണമാണ്. മറ്റുള്ളവർ ഇവന്റെ നന്മകൾ എടുത്ത് കൊണ്ടുപോകാൻ കാരണമാണ്. റമദാൻ മുന്നിലെത്തി നിൽക്കുമ്പോ ആത്മീയതയുടെ അമൃതകാലമായി ശരിക്കും ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, SKSSFന്റെ റമദാൻ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, റമദാൻ ശരിക്കും അനുകൂലമാകാൻ പരദൂഷണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അവിടുന്ന് ഒരിക്കൽ ഇങ്ങനെ സഹാബാക്കളോട് ചോദിക്കുകയാണ്, മനിൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരായ മനുഷ്യൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ തിരികെ പറഞ്ഞുവത്രേ, ദീനാറും ദിർഹമുമൊന്നും അധികമില്ലാത്ത ആളുകളല്ലേ, സാമ്പത്തികമായി വലിയ ക്ലേശം അനുഭവിക്കുന്നവരല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല, എന്റെ സമുദായങ്ങളിലെ പാപ്പരായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്ത്, ഒരുപാട് നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ മഹ്ശറ അവൻ ഭൂമിയിൽ അവൻ വരും. അവന് ചുറ്റും ഒരുപാട് ആളുകൾ കൂടി നിൽക്കും. എന്നിട്ട് ഇവന്റെ നന്മകൾ ഒന്നൊന്നായി അവരിങ്ങനെ കൊണ്ടുപോകും. ഇവന്റെ നന്മകൾ കഴിഞ്ഞാൽ പിന്നെ അവരുടെ തിന്മയെടുത്ത് ഇവന് കൊടുക്കുമത്രേ. അങ്ങനെ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമത്രേ. ഇതാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ. ഇതാരെന്നറിയുമോ? സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും പരദൂഷണത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു. ഇവന് ചുറ്റും കൂടി നിൽക്കുന്നവർ, ഇവൻ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത് അവരൊക്കെയാണ് ചുറ്റും കൂടി നിൽക്കുന്നത്. ഇവൻ ആരെക്കുറിച്ചൊക്കെ പരദൂഷണം പറഞ്ഞോ അവരൊക്കെ ഇവന്റെ നന്മകൾ ഒന്നൊന്നായി കൊണ്ടുപോയി. ഇവന്റെ നന്മ അവസാനിച്ചപ്പോ അവരുടെ തിന്മയെടുത്ത് ഇവന് കൊടുത്തു. അങ്ങനെ ഇവന് നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. ഏറ്റവും വലിയ പരാജിതൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് പരിശുദ്ധ റമദാൻ. ശരിക്കും നമ്മെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും പറഞ്ഞു, നോമ്പിനെ പൊളിച്ചു കളയുന്നത്, നോമ്പുകാരൻ അവന്റെ ആത്മീയമായ വെളിച്ചം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്നൊക്കെ അവനെ മാറ്റി നിർത്തുന്നു.